ആദ്യം ശ്രീ കെ അനിൽകുമാർ, ഇന്ന് നിയമസഭയിൽ കോൺഗ്രസ് MLA-മാരാണ് മന്ത്രി കെ രാധാകൃഷ്ണനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അത് ഈ മണ്ഡലകാലത്ത്, കഴിഞ്ഞ മണ്ഡലകാലത്തായിരുന്നു കൂടുതൽ പ്രശ്നം. മകരവിളക്ക് സമയമായപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായില്ല. വലിയ തിരക്കായിരുന്നു നിലയ്ക്കലിൽ, അത് കണ്ടതാണ്. അയ്യപ്പ ഭക്തർ പന്തളം കൊട്ടാരത്തിൽ അവിടെ എത്തി, പന്തളം ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അത് പന്തളം കൊട്ടാരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം മന്ത്രി നടത്തിയത്? ഒന്നോ രണ്ടോ ആളുകൾ മടങ്ങിപ്പോയി അവർക്കുണ്ടായ പ്രശ്നം പൊതുവായ ഒരു പ്രശ്നമാക്കി അവതരിപ്പിച്ച് ശബരിമലയിൽ എന്തോ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് വരുത്തി തീർക്കുകയായിരുന്നുവെന്ന്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു, അവിടെ മാല ഊരി തേങ്ങ ഉടച്ച് മടങ്ങുന്നൊരാചാരമുണ്ടെന്ന്. അപ്പോൾ അതൊരു ആചാരമാണ്. പിന്നെ ആർക്കാ പരാതി ഉണ്ടാകേണ്ടത്? അയ്യപ്പന്മാർക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ മുമ്പ് കാലം തൊട്ട് തന്നെ പോകാൻ പറ്റാത്തവർ മാല ഊരുക, അത് തേങ്ങ ഉടച്ച് മാല ഊരുക, അങ്ങനെ ആചാരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആചാരമുണ്ട്, പിന്നെ അതും ആചാരത്തിൻ്റെ ഭാഗമായിട്ടില്ല. ഇന്ന് പരാതിപ്പെടുന്ന കാര്യം എന്തിനാ? അത് നല്ല കാര്യമല്ലേ? ഇപ്പോൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഞാൻ കേട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കി. അങ്ങനെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനും കേട്ടതാണ്. അങ്ങനെ ഒരു ആചാരമുണ്ട്. ആ ആചാരം നടത്തിയവർ വളരെ മാനസിക സമ്മർദ്ദത്തിന്, മാനസികമായ വിഷമം ഉണ്ടായിരുന്നു അവർക്ക്. അയ്യപ്പ ദർശനം സാധിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നതിൽ അങ്ങനെയും അദ്ദേഹം പറഞ്ഞു. എന്റെ ചോദ്യം അതെ, എൻ്റെ ചോദ്യം, അങ്ങനെ ആചാരമുണ്ടോ? അങ്ങനെ ആചാരമുണ്ട്, പിന്നെ എന്തിനാ പരാതിപ്പെടുന്നത്? അതൊരു ആചാരമാണല്ലോ, അതൊക്കെ പാലിച്ചെന്ന് പറഞ്ഞാൽ പറ്റും, അവർക്ക് മോക്ഷം കിട്ടുമല്ലോ. നിങ്ങൾ ഒരു കാര്യത്തെ വക്രീകരിക്കാൻ വേണ്ടി എന്ത് കള്ളവും പറയാം അല്ലേ, എന്ത് നുണയും പറയാം അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഈ പോയ ആളുകളാരാ? അവരെയും നിങ്ങൾക്ക് ഹാജരാക്കാവും. ഈ അവിടെ ദർശനം കിട്ടാൻ പറ്റാതെ പോയ ആളുകളാരാ? അവരുടെ പേര് വിവരമുണ്ടോ? അവരെ നിങ്ങൾക്കൊന്ന് ഹാജരാക്കാവും. പിന്നെ അവിടെ തിരക്ക് വന്നാൽ കുഴഞ്ഞ് വീണ ഉടനെ ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോകുക, അതോ അവർ മാല ഊരാൻ പോവാണോ? മാല ഊരിനെ എവിടെ പോയി ഊരേണ്ടത്? പന്തളത്ത് നിന്ന് ഊരിയോ? ശബരിമലയിൽ കുഴഞ്ഞു വീണു ഒരു പന്തളത്ത് വന്ന് മാല ഊരിയോ? എന്താ ഈ സുരേന്ദ്രൻ പറയണത്? സുരേന്ദ്രൻ മന്ത്രി അയാളെന്ന് വിളിച്ചു, ഞാൻ അദ്ദേഹത്തെ അങ്ങനൊന്നും വിളിക്കുന്നില്ല കേട്ടോ. പക്ഷെ എന്താ ഈ സുരേന്ദ്രൻ പറയുന്നത്? വെളിവുള്ള കാര്യമാണോ പറയണത്? കുഴഞ്ഞു വീണ ആളുകൾ മാല ഊരി ഇറങ്ങി, കുഴഞ്ഞു വീണ ആളെ ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളിലേക്ക് നോക്കുകയാണ് അന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. നിലയ്ക്കലിലേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാതെ പോകേണ്ടി വന്ന കേരളത്തിൽ നിന്നുള്ളവരെക്കാൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മടങ്ങിപ്പോയി പറയൂ മഞ്ജുഷേ. അല്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഓരോരുത്തർ ഇന്ന ആളാണ്, അവരുടെ പേര് വിവരമൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? അന്ന് ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്, പന്തളം കൊട്ടാരവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടെ വന്ന് മാലയൂരി മടങ്ങിയെന്ന്. ഈ ആചാരത്തിന്റെ കാര്യം എനിക്കറിയില്ല. ഇനി അവർ ശബരിമല ദർശനം നടത്താതെ ഒരാചാരം എന്ന രീതിയിൽ പന്തള ക്ഷേത്രത്തിൽ വന്ന് മാലയൂരി മടങ്ങിയതാണോ എന്ന് എനിക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിലേക്ക് പോകാൻ സാധിച്ചില്ല, അതുകൊണ്ട് നിലയ്ക്കലിൽ നിന്ന് തന്നെ മടങ്ങി അവർ പന്തളം ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങുകയായിരുന്നു, ദർശനം സാധ്യമാകാത്തതിനാൽ. അവരെ കുറിച്ചാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് കപടഭക്തരാണ് അങ്ങനെ മടങ്ങിയത് എന്ന്. ആർക്കും ദർശനം കിട്ടാതെ പോയിട്ടില്ല. അവിടെയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്, നിങ്ങളങ്ങനെ മടങ്ങി ആരെങ്കിലും ഒന്ന് ഹാജരാക്കുക. നിങ്ങൾ പറയുന്ന ദൃശ്യങ്ങളുള്ളവരാണ്, നമുക്ക് നോക്കാം, ഒത്തുനോക്കാം. അവരെന്താ പേര് വെളിപ്പെടുത്താതെ പോയത്? ഞങ്ങൾക്ക് ശബരിമല പോകാൻ പറ്റിയില്ല, ഞങ്ങളിതാ മടങ്ങിയിരിക്കുന്നു. ആരും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ടത്, ഈ വർഷം ശബരിമലയിൽ സാധാരണയുള്ളതിനേക്കാൾ ആളുകൾ കൂടിയോ, ദർശനത്തിന് ആളുകൾ കൂടിയോ ഇല്ലയോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ദർശനത്തിന് ആളുകൾ കൂടി എന്നുള്ളതല്ല ഉത്തരം. ദർശനത്തിന് ആളുകൾ കൂടി. അപ്പോൾ ആളുകൾ വർദ്ധിക്കുന്നതിൽ സന്തോഷിക്കട്ടെ. അങ്ങനെ ആളുകൾ വർദ്ധിച്ചു വന്നാൽ കഴിഞ്ഞ തവണ വന്ന അത്രയും വേഗത്തിൽ ദർശനം നടത്തി മടങ്ങാനാവില്ല. അതെല്ലാവർക്കും അറിയാവുന്ന സയൻസാണ്. ഒരു സ്ഥലത്ത് 100 പേര് വരുന്നു, ഇത്തവണ 120 പേര് വന്നാൽ 100 പേര് വന്നു പോയപ്പോൾ ഉണ്ടായ വേഗത്തിൽ 120 പേര് വന്നു പോകില്ല. അപ്പോൾ എന്താണ്? താമസിക്കുന്നതിന് ഉത്തരവാദിത്വം എന്താണ്? ആളുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് ശബരിമലയ്ക്ക് നല്ലതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഇനി ശബരിമല വലിയ തിരക്കാണ്, ആരും ശബരിമലയിലേക്ക് വരണ്ട എന്ന് മൈക്ക് വെച്ച് പറയുന്ന തെറ്റായ കാര്യമാണ്. ആളുകൾ പരമാവധി വരട്ടെ.
രണ്ടാമത് കുറേയേറെ ആളുകൾ അവിടെ കാണിക്കയിടുന്ന മടങ്ങിയവർ Facebook കപട ൽ ഭക്തരാണല്ലേ, അതിൽ മാറ്റമില്ല അവിടെ അല്ലേ? കപട വരുമാനം ഭക്തർ കൂടി. മാത്രമേ മടങ്ങിയിട്ടുള്ളൂ, അല്ലാത്തവർ ഈ തിരക്കുണ്ടെങ്കിലും അവിടെ ദർശനം നടത്തുന്നത് വരെ കാത്തുനിന്ന് അല്ല, കപടമല്ലാത്ത ആളുകളുടെ മടങ്ങുകയായിരുന്നു. അല്ല, അവിടെ ഞാൻ പറയുന്ന ഒരു വാദം, ഒന്നാമത്തെ വാദം ഞാൻ പറയുകയാണ്. കഴിഞ്ഞ തവണ 100 പേര് വന്ന സ്ഥലത്ത് ഇത്തവണ 120 പേര് വന്നോ ഇല്ലയോ? വന്നവരുടെ എണ്ണം കൂടിയോ? ദർശനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവസാനം കണക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നവരെക്കാൾ ഈ വർഷം ദർശനത്തിന് ആളുകൾ കൂടി. ആളുകൾ കൂടിയെന്ന് പറഞ്ഞാൽ ഇത്തവണ ദർശനം നടത്തിയ എല്ലാവർക്കും അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും. അടുത്ത കൊല്ലം അതിനൊക്കെ കാത്തിരിക്കണം. കാരണം എന്താണ്? കുറെ കൂടെ ആൾ വന്നാൽ, ആൾ കുറഞ്ഞാൽ കുഴപ്പമില്ല. ഓരോ ഭക്തൻ്റെ ആഗ്രഹം ഭഗവാൻ അയ്യപ്പൻ്റെ അടുത്ത് പരമാവധി ഒരു പോകണമെന്നല്ലേ ഓരോ ഭക്തനും പ്രാർത്ഥിക്കുന്നത്. ശബരിമല പരമാവധി ആൾ വരണം എന്നല്ലേ നല്ല ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ആൾ വരട്ടെ. അടുത്ത കൊല്ലം അതിനേക്കാൾ ആൾ വരട്ടെ. ആൾ വന്നാലും എത്ര കഷ്ട സഹിച്ചാലും ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇത് ചെയ്യും എന്നല്ലേ ഓരോ ഭക്തൻ്റെയും വ്രതം. എന്താ വ്രതം? കല്ലും മുള്ളും കാലിക്കുമത്തെ. ഇന്നലെ ടാർ റോഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സൗകര്യവും ഒരുക്കേണ്ട കാര്യമില്ല ശ്രീ കെ അനിൽകുമാർ. അല്ലല്ലോ, അയ്യപ്പന്മാർക്ക് സുഗമമായി സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡും പറയേണ്ട ആവശ്യമില്ല. അവർ കഷ്ടപ്പെട്ട് വന്ന് പൊയ്ക്കോട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് വരണമെന്ന് പറഞ്ഞില്ല. അവിടെ വരുന്ന അയ്യപ്പൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ BJP-ക്കാരും RSS-കാരും പ്രചരിപ്പിക്കുന്ന മാനസികാവസ്ഥയല്ല, അല്ല നിയമസഭയിൽ UDF-കാർ പറയുന്ന മാനസികാവസ്ഥയല്ല. അവിടെ വരുന്ന ഒരു അയ്യപ്പനെ കാണാൻ വരുന്നത്, രാഷ്ട്രീയം കളിക്കാനല്ല വരുന്നത്. രാഷ്ട്രീയം കളിക്കാൻ കുറേ പേരവിടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആളാണ് ഒരു കറുത്ത ഷർട്ടിട്ട ഒരു തെരഞ്ഞെടുപ്പ് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച വിദ്വാൻ, ഇവിടെ കേട്ട വിദ്വാൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അവിടെ ദർശനത്തിന് ആളുകൾ കൂടിയെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും തിരക്കുണ്ടാക്കും. അപ്പം പിന്നെ അടുത്ത ചോദ്യം എന്താണ്? തിരക്ക് നിയന്ത്രിക്കണം. തിരക്ക് നിയന്ത്രിക്കണം എന്ത് വേണം? വെർച്വൽ ക്യൂ ഉണ്ടാക്കണം. വെർച്വൽ ക്യൂവിൽ ഒരു ദിവസം എത്ര പേരെ അവിടെ കയറ്റാം? 80,000 പേരെയാണ് ഹൈക്കോടതി പറഞ്ഞത്. സർക്കാർ അതനുസരിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടന്നത്. ദേവസ്വം മന്ത്രിക്ക് മാത്രം തീരുമാനിക്കാനാവില്ല. പിന്നെന്തിനാണ് മകരവിളക്കിൻ്റെ തലേദിവസം 40,000 ആക്കിയത്? മകരവിളക്ക് പ്രമാണിച്ച് അവിടെ വന്നവർ ഇറങ്ങിപ്പോകത്തില്ല, മറ്റു ദിവസങ്ങളിൽ വന്നവർ ഇറങ്ങിപ്പോകും. അപ്പം മകരവിളക്ക് തൊഴുതിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ വന്ന് തമ്പടിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അവരെ ഇറക്കിവിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വരുന്ന ആളുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെ ആളുകൾ കൂടി വന്ന സ്റ്റാമ്പീഡാക്കും, ആളുകൾ കൊല്ലപ്പെടും. ഒരു ചെറു സംഭവം പോലും ഇല്ലാതെ ആളുകളെ രക്ഷിച്ചെടുക്കാനും നിയന്ത്രിക്കാനും വിജയകരമായി സർക്കാരിന് കഴിഞ്ഞു എന്നല്ലേ യാഥാർത്ഥ്യം. ശരി ശരി ശ്രീ കെ അനിൽകുമാർ. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീ RV ബാബു കൂടി ചേരുകയാണ്. ശ്രീ RV ബാബു, ശ്രീ കെ അനിൽകുമാറിന്റെ ആദ്യ ചോദ്യം, ആളുകൾ കൂടിയതാണോ? ആളുകൾ അങ്ങോട്ട് വരേണ്ട, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ